ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചുണ്ടായ ശിശുമരണങ്ങൾ സംബന്ധിച്ച് സുപ്രധാന യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടി നിയമപരമായും വ്യവസ്ഥകളനുസരിച്ചുമാണ് നടപ്പാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഖത്തർ സന്ദർശനത്തിന് നാളെ തുടക്കം. ഉഭയകക്ഷി വ്യാപാര സാധ്യതകൾ സന്ദർശനത്തിൽ ചർച്ചയാകും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാൾ, ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലും കനത്ത മഴയും മിന്നൽ പ്രളയവും തുടരുന്നു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 248 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കഫ് സിറപ്പ് മൂലമുള്ള ശിശുമരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സുപ്രധാന യോഗം ചേർന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രത പാലിക്കുകയും ഔഷധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ കർശന നടപടികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർ, മുതിർന്ന CDSCO ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായി സംബന്ധിച്ചു. അതേസമയം മധ്യപ്രദേശിൽ ചുമ സിറപ്പ് കഴിച്ച് 11 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർക്കും മരുന്ന് നിർമ്മാണ കമ്പനിക്കുമെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടി രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും പ്രശംസ നേടിയിട്ടുണ്ടെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. പറ്റ്നയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. SIR നിയമപരമായും വ്യവസ്ഥകൾ അനുസരിച്ചുമാണ് നടപ്പാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. आयोग ने वोटर कार्ड के वितरण की हर चरण की एनालिसिस करते हुए अब उसको 15 दिन के अंदर हमारे मतदाता को मिल जाए ऐसी व्यवस्था की. बूथ लेवल ऑफिसर्स के लिए भी फोटो ID कार्ड्स शुरू किए गए. बूथ के कमरे के ठीक बाहर मोबाइल जमा कर अपना वोट देने के बाद ठीक बाहर आएं और अपना मोबाइल ले जाएं. किसी भी मतदान केंद्र में 1200 से ज्यादा वोटर नहीं होंगे, जिससे कि वोट डालने में हमारे मतदाताओं को सुविधा मिले. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നാളെ മുതൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തറിലെത്തും. അദ്ദേഹം ഖത്തർ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിക്കൊപ്പം ഖത്തർ ഇന്ത്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഉഭയകക്ഷി വ്യാപാരം അവലോകനം ചെയ്യുക, നിലവിലുള്ള വ്യാപാര തടസ്സങ്ങളും നോൺ താരിഫ് പ്രശ്നങ്ങളും പരിഹരിക്കുക, വ്യാപാര നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നിവയും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഉത്സവ സീസണിൽ യാത്രക്കാരുടെ തിരക്കുണ്ടായാൽ കൂടുതൽ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ട് DGCA. നിർദ്ദേശത്തെ തുടർന്ന് ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും ഉത്സവ സീസണിൽ അധിക വിമാനങ്ങൾ സർവീസ് നടത്താൻ തീരുമാനിച്ചു. ഉത്സവ സീസണിൽ യാത്രക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എയർലൈൻ നിരക്കുകളും വിമാനശേഷിയും DGCA കർശനമായി നിരീക്ഷിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. ബീഹാറിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും കനത്ത മഴയും മിന്നൽ പ്രളയവും തുടരുന്നു. മിക്കയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 20-ലധികം പേർ മരിച്ചു. തീസ്ത നദി പലയിടത്തും ദേശീയപാതയ്ക്ക് മുകളിലൂടെ ഒഴുകി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വീടുകൾ ഒലിച്ചുപോയി. ബീഹാറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ കെടുതികളിൽ 16 പേർ മരിച്ചു. ജീവഹാനിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുള്ള കെടുതിയിൽ 47 പേർ മരിച്ചു. നേപ്പാളിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം ഇന്ത്യ നിലകൊള്ളുന്നു എന്നും ആവശ്യമായ ഏത് സഹായവും നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഭൂട്ടാനിൽ അമോചു നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. സഹായത്തിന് ഇന്ത്യൻ സൈന്യത്തിന് ഭൂട്ടാൻ ഗവൺമെന്റ് നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭുവനേശ്വറിലെ IITയിൽ
നമോ സെമി കണ്ടക്ടർ ലബോറട്ടറി സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അംഗീകാരം നൽകി. 4,95,00,000 രൂപ ചെലവിലാണ് ലാബ് സ്ഥാപിക്കുന്നത്. സെമി കണ്ടക്ടർ പരിശീലനം, രൂപകൽപ്പന, നിർമ്മാണം, സോഫ്റ്റ്വെയറുകൾ എന്നിവ ലാബിൽ സജ്ജമാക്കും. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ പാക്കേജിംഗ് യൂണിറ്റുകളുടെ പ്രോത്സാഹനത്തിനും വികസനത്തിനും ലാബ് മുതൽക്കൂട്ടാകുമെന്ന് IT മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനവും പ്രദർശനവും നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഗോത്ര വികസനത്തിനായി CSR മികവ് പ്രയോജനപ്പെടുത്തുക എന്നതാണ് 2 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. പാനൽ ചർച്ചകൾ, ഗോത്ര സാംസ്കാരിക പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം പൂജാ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം നാളെ വീണ്ടും ചേരും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. മലയാള ഭാഷാ ബിൽ, കേരള പൊതുസേവന അവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവും ഉണ്ടാകും. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം E. സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവും പ്രശസ്തിപത്രവുമാണ് അവാർഡ്. ഈ മാസം 27 വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈനിനെ പിന്തുണയ്ക്കുമെന്ന് US പറഞ്ഞതിന് ദിവസങ്ങൾക്കകമാണ് റഷ്യൻ ആക്രമണം. ഒറ്റ ദിവസം കൊണ്ട് 32 യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 248 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 247 റൺസിന് പുറത്തായി. 46 റൺസ് എടുത്ത ഹർഡിൻ ഡിയോളാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ബാഡ്മിന്റണിൽ അൽ ഐൻ മാസ്റ്റേഴ്സ് വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ ഷട്ലർ ശ്രിയാൻഷി വാലിഷെട്ടി നേടി. അബുദാബിയിലെ ഖലീഫ ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ സഹതാരം തസ്നിമിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS സഹ്യാദ്രി മലേഷ്യയിലെ കെമാമൻ തുറമുഖത്ത് എത്തി. ദക്ഷിണ ചൈന കടലിലേക്കും ഇൻഡോ പസഫിക് മേഖലയിലേക്കുമുള്ള പ്രവർത്തന വിന്യാസത്തിന്റെയും ഇന്ത്യ മലേഷ്യ സമുദ്ര സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സന്ദർശനത്തിൽ റോയൽ മലേഷ്യൻ നേവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കമാൻഡിംഗ് ഓഫീസർ കൂടിക്കാഴ്ച നടത്തി. കൈത്തറി, കരകൌശല, തുണിത്തര ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സ്വദേശി കമ്പനിയുമായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. തദ്ദേശീയ വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, യുവജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ വസ്ത്രങ്ങളുടെ അഭിമാനത്തിന്റെയും ഫാഷന്റെയും ചിഹ്നമായി ഉയർത്തിക്കാട്ടുക, ആത്മനിർഭർ ഭാരത് ആശയത്തിന് പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. 2025 പസഫിക് ടൈഫൂൺ സീസണിലെ 21ാമത് ചുഴലിക്കാറ്റായ ടൈഫൂൺ മാറ്റ്മോ ഇന്ന് ചൈനയിലെ ഷാൻജിയാങ് സിറ്റിയിൽ അനുഭവപ്പെട്ടു. ജനജീവിതത്തെ സാരമായി ബാധിച്ചതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൗജന്യമാക്കി. ഏകദേശം 6 കോടി കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ നൽകുമ്പോൾ അടിസ്ഥാന രേഖയായി ഫോട്ടോ, പേര്, ജനനതീയതി, ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. 15 വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ വീണ്ടും പുതുക്കണം. പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺ പ്രവിശ്യയിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ഭീകരരും സമാധാന സമിതി അംഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ടാങ്ക് ജില്ലയിലെ ഗുൽ ഇമാമിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗാസയിലേക്ക് നാവിക ഉപരോധം ഭേദിച്ച് സഹായമെത്തിക്കാൻ ലക്ഷ്യമിട്ട ഗ്ലോബൽ സുമദ് ഫ്ലോട്ടില്ല എന്ന കപ്പൽ വ്യൂഹത്തെ ഇസ്രായേൽ തടഞ്ഞ് ഏകദേശം 450 പേരെ അറസ്റ്റ് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തിയതിനിടയിലാണ് കപ്പൽ വ്യൂഹം തടഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചുണ്ടായ ശിശുമരണങ്ങൾ സംബന്ധിച്ച് സുപ്രധാന യോഗം ചേർന്ന് ആരോഗ്യ മന്ത്രാലയം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടി നിയമപരമായും വ്യവസ്ഥകളനുസരിച്ചുമാണ് നടപ്പാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഖത്തർ സന്ദർശനത്തിന് നാളെ തുടക്കം. ഉഭയകക്ഷി വ്യാപാര സാധ്യതകൾ സന്ദർശനത്തിൽ ചർച്ചയാകും.
ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാൾ, ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലും കനത്ത മഴയും മിന്നൽ പ്രളയവും തുടരുന്നു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 248 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.